പ്രത്യേകിച്ച് വലിയ വൈബാണ്. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വൈകാരികത പറഞ്ഞു തീർക്കാനാകുമോ എന്നറിയില്ല. ഇത് വൈബല്ല, ഇതൊരു വാർ തന്നെയാണെന്നാണ് എനിക്കിതിന് പറയാൻ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ജലയുദ്ധമാണ്, ജലമാമാങ്കമാണല്ലോ ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് പേർ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു പുന്നമടയിലെ ജലപൂരം കാണാൻ വേണ്ടി. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ആ ഒരു ആവേശത്തിലാണ്, ആ ഒരു ഓളത്തിലാണ്. നിരവധി ആളുകളുണ്ട്, അവരെല്ലാം ആ ഒരു വൈബ് പിടിച്ചങ്ങട്ടിരിക്കുകയാണ്. ആരായിരിക്കും ജലരാജാക്കന്മാരെന്നറിയാൻ ഇതാ ഇവിടെ കുറെ പേര് ആവേശം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിച്ചറിയാം. ചേച്ചി, ഏത് ക്ലബ്ബ് ജയിക്കും ചേച്ചി? പറയേ, ചിരി മാത്രമേ ഉള്ളൂ. ചേച്ചി ആരാ ജയിക്കാം? ആരുമില്ല. ചേട്ടാ ആരാ ജയിക്കേണ്ട? എന്താ മടിയാണോ ചേരും ചേച്ചി? ആലപ്പുഴക്കാരാ? പേരെന്താ? ആലപ്പുഴയല്ല. അപ്പൊ ആദ്യമായിട്ടാണ് പേരെന്താ ചേച്ചി? ബേബി. ബേബി. എവിടുന്നാ വരുന്നേ? എറണാകുളം. വള്ളംകളി ഇഷ്ടമായിട്ട് വരുന്നതാണോ? ആദ്യമായിട്ടാണ് കാണുന്നേ? ആദ്യമായിട്ടാണ്. അപ്പൊ ക്ലബ്ബുകളൊന്നും അങ്ങനെ അറിയൊന്നുമില്ല അല്ലേ? അറിയോ? ചേച്ചി മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചേച്ചിയോ? ഞാൻ ആദ്യമായിട്ടാ വരുന്നേ. ഞങ്ങള് നടുഭാഗംകാരാണ്. നടുഭാഗം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ എത്തിച്ചേർന്നവരിൽ ഒരാൾ നടുഭാഗമാണ്. നടുഭാഗം ചുണ്ടനുണ്ട്. നടുഭാഗത്തിന്റെ ഒരു ആരാധികയാണ് അല്ലേ മോനെ? ആദ്യമായിട്ടാണോ കാണുന്നേ? ആദ്യമായിട്ടാണോ വള്ളംകളി? ഇഷ്ടായോ? ഏതായാലും ടീമിനെ അറിയോ? ഒന്നുകൂടെ പറഞ്ഞു, ഉറക്കം പറഞ്ഞേ. നടുഭാഗത്തിന്റെ ഒരു കുട്ടി ആരാധികൾ. ഉറക്കം നടുഭാഗത്തിന്റെ ഒരു കീജയ് പറഞ്ഞേ. അത് തന്നെ, നടുഭാഗം ജയിക്കട്ടെ. എത്ര വയസ്സുണ്ട്? 7 വയസ്സുണ്ടോ? ഓക്കെ, നടുഭാഗത്തിന്റെ ആരാധന. കാരിച്ചാലിന്റെ ആരാധകരാണ്. അപ്പൊ ഇതായി നോക്ക്, അഞ്ചനെ നോക്ക്. ഈ ബോട്ട് ക്ലബുകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രമാത്രം ആരാധകരാണ്. ആബാല വൃദ്ധമുണ്ട് ഇതിനുള്ളിൽ. 7 വയസ്സുകാരനുണ്ട്, 70 വയസ്സുള്ള ആളുണ്ട്. അങ്ങനെ എല്ലാവരും ചെറുത് മുതൽ വലിയ ആൾക്കാരാണ്. ആബാല വൃദ്ധം ആരാധകരുണ്ട്. അപ്പം ഒരു ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ചുണ്ടൻ വള്ളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജയിക്കാതിരിക്കും അല്ലെ? എങ്ങനെ ഒരു മിന്നൽ പിളർപ്പാകാതിരിക്കും? കാഴ്ചക്കാരിൽ ഉണ്ടാവുമ്പോ അത് തുഴക്കാരില് അതിന്റെ റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാവും. അവരെങ്ങനെ ജയിക്കാതിരിക്കും? ആ ജലരാജാക്കന്മാരാകാൻ ഇതാ നമ്മുടെ കൺമുന്നില് ഇതാ ജലത്തിനുള്ളിൽ ജലരാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. 7 പതിറ്റാണ്ടിന്റെ ചെറുപ്പമുള്ള നെഹ്റു ട്രോഫി വള്ളംകളി ആര് സ്വന്തമാക്കുമെന്ന് നമുക്കറിയാൻ ഇനി കുറച്ച് സമയം മാത്രം. വള്ളംകളി കണ്ടോ? ഇഷ്ടായോ? ഇല്ലേ? ഇഷ്ടായിട്ടില്ല ടോന്. എല്ലാരും BBC ആരാധകരാണ് കേട്ടോ. BBC ആരാധകരാണോ? മുഖം തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ടോ? നാണാണോ? ചെറുതായിട്ട്. എല്ലാവരും കരുത്തന്മാരായ BBC ഫാൻസ് തന്നെയാണ്. BBC-ക്കുണ്ട്, UBC-ക്കുണ്ട്, BBC-ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ആരാധകര്. ആ തുഴക്കാർക്ക് കൂടെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തുഴക്കാരെന്ന് കാണിക്കുകയാണ്. തുഴക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതുപോലത്തെ ഒരു കായിക മാമാങ്കം ഇല്ലാന്ന് നമുക്ക് പറയാം. കാരണം ഫൈനൽ എത്തിയാലും ഉണ്ടാകും എത്ര പേര്? 360 പേര് ഒരുമിച്ച് മത്സരിക്കാൻ പോവുകയാണ് ഈ പുന്നമടക്കായലില്. ഈ പുന്നമടക്കായലില് സമയമില്ല. ആ ഒരു മൊമെന്റിന് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എല്ലാവരും ആ ഒരു ആവേശം, എല്ലാവരും മൊത്തം വെണ്ണില ചന്ദനക്കിണ്ണം ഒരു നാഗരാജാവായി മാറുന്ന കാഴ്ച കൂടിയായിരിക്കും പുന്നമടക്കായലിൽ കാണുന്നത്. സ്ഥലങ്ങളൊന്നും ഇരിക്കുന്നില്ല. അവർക്ക് ആകാംക്ഷയാണ്. എണീറ്റ് നിന്നിങ്ങനെ നോക്കാണ്. ഇതാ നോക്കി ഇതിനെ അങ്ങനെ ടീമൊന്നുമില്ല. നമ്മള് വള്ളംകളി ഫാൻസ് എല്ലാം നമ്മുടെ വെള്ളമാണ്. കൊണ്ടുപോകും ഉറപ്പാ. വിയപുരം തന്നെ കൊണ്ടുപോകും, മരണത്തിൽ കൊണ്ടുപോകും, വിയപുരം കൊണ്ടുപോകും, കാരിച്ചാലി കൊണ്ടുപോകും, നടുഭാഗം കൊണ്ടുപോകും, ആര് കൊണ്ടുപോകും? ആലപ്പുഴ പൂരം ഇത് പൊടി പൂരമാണ്.